സംസ്ഥാനത്ത് കനത്ത മഴ, 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടുക്കിയിൽ അതിശക്തമായ മഴ തുടരുന്നു. വെള്ളിയാമറ്റത്ത് 2 ക്യാമ്പുകൾ തുറന്നു. മലങ്കര ഡാമിന്റെ 5 ഷട്ടറുകൾ ഉയർത്തി. മൂവാറ്റുപുഴ, തൊടുപുഴ ആറുകളുടെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം ശംഖുമുഖത്ത് വള്ളം മറിഞ്ഞ അപകടം. ഒരാളെ കാണാതായി. ഒപ്പമുണ്ടായിരുന്ന ആൾ നീന്തി രക്ഷപ്പെട്ടു. അപകടം മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വരുന്നതിനിടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. വോട്ടെടുപ്പ് പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരണസി അടക്കം 57 മണ്ഡലങ്ങളിൽ. ബംഗാളിൽ സംഘർഷം. പോളിംഗ് യന്ത്രം കുളത്തിലെറിഞ്ഞു. കന്യാകുമാരിയിലെ ധ്യാനം പൂർത്തിയാക്കി നരേന്ദ്രമോദി ഇന്ന് മടങ്ങും. ഡൽഹിയിൽ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ഡോക്ടർ ടി.പി. അഷ്റഫിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് ഇന്ന് യോഗം ചേരും. അന്വേഷണം 4 വയസ്സുകാരിക്ക് കൈവിരലിനു പകരം നാവിന് ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ. മുല്ലപ്പെരിയാർ കേസുകൾക്കായി കേരളം മുടക്കിയത് കോടികളെന്ന് വിവരാവകാശ രേഖ. സുപ്രീം കോടതി അഭിഭാഷകർക്ക് ഫീസ് ഇനത്തിൽ മാത്രം നൽകിയത് 5 കോടിയിലേറെ. 2010 മുതൽ സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായത് 10ഓളം അഭിഭാഷകർ. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ ദുരവസ്ഥ കാണാതെ സർക്കാർ. ഫണ്ടില്ലാത്തതിനാൽ ഹോസ്റ്റലുകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിൽ. ഹോസ്റ്റൽ നടത്തിപ്പിനുള്ള പണം ലഭിച്ചിട്ട് 8 മാസം പിന്നിട്ടു. T20 ലോകകപ്പ് ഒരുക്കങ്ങളുമായി ടീം ഇന്ത്യ. ഇന്ന് ബംഗ്ലാദേശുമായി സന്നാഹ മത്സരം രാത്രി 8 മണിക്ക് ന്യൂയോർക്കിൽ. വിരാട് കോഹ്ലി കളിച്ചേക്കില്ല.